ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ഇസ്ലാം ദീനാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അൽ മർഉ അലാ ദീനി ഖലീലിഹി. ദീൻ എന്ന് പറയുമ്പോൾ നിസ്കാരം ദീനിൻ്റെ ഭാഗമാണ്, നോമ്പ് ദീനിൻ്റെ ഭാഗമാണ്, വിവാഹം ദീനിൻ്റെ ഭാഗമാണ്, കച്ചവടം ദീനിൻ്റെ ഭാഗമാണ്. ഈ എല്ലാ വിഷയങ്ങളെയും ദീന് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ദീനായി. നിസ്കാരമുണ്ട്, കച്ചവടം കള്ളു കച്ചവടം. ദീനുണ്ടോ? നിസ്കാരമുണ്ട്, ഭാര്യയില്ല, ചിന്ന വീട്ടിൽ താമസം. ദീനുണ്ടോ? ദീനില്ല. അൽമർഉ അലാ ദീനി ഖലീലിഹി. അപ്പോൾ മനുഷ്യൻ അവൻ്റെ കൂടെ നടക്കുന്നവൻ്റെ ദീനായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവന് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ മക്കത്ത് നിന്നും മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് വന്നു. എല്ലാം വീട് അവർക്ക് കൊടുത്തു, മറ്റുള്ളവർക്ക് നിങ്ങളെടുത്തോ, ഞാൻ പൊക്കോട്ടെ. ദീനിനു വേണ്ടി മക്കത്ത് നിന്നും മദീനത്ത് വന്നപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു. കാരണം വിടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ആരെയും വരാൻ വിടൂല, തടസ്സപ്പെടുത്തും. അപ്പോൾ ചിലർ പറഞ്ഞു എൻ്റെ വീട് നീ എടുത്തോ, എൻ്റെ സ്വത്ത്, അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു വന്നു. അങ്ങനെ ഉപേക്ഷിച്ചു വന്ന കൂട്ടത്തിൽ ആഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സൽമാൻ വ അബി ദർദാ. അപ്പോൾ സഹാബാക്കളിൽ ചിലർ മക്കത്തിൽ നിന്ന് മദീനത്ത് വന്നിട്ട് കിടക്കാൻ സ്ഥലമില്ല. അവിടെ നല്ല വീടും കുടുംബവും സ്വത്തുമായിട്ടിരുന്ന ആൾ ദീനിനു വേണ്ടി മദീനത്ത് വന്നതിന് ശേഷം കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗകര്യമുള്ള ആളുകളെ നോക്കി ചില ആളുകളെ സഹോദര്യത്വം പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ചിലർ അവർക്ക് വീട് തന്നെ വിട്ടുകൊടുത്തു. 2 വീടുള്ളവർ ഒരു വീട് വിട്ടുകൊടുത്തു. 4 ഭാര്യയുള്ളവന്